ഇന്ത്യയുടെ തൊട്ടയൽ പ്രദേശം അശാന്തമാകുമ്പോൾ സ്വാഭാവികമായി ഈ ഭാരതത്തിന് ആശങ്കപ്പെടാനേറെയുണ്ട്. പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ്. ബംഗ്ലാദേശ് അസ്ഥിരമായിരിക്കുന്നു. പാകിസ്ഥാനെ പോലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു ബംഗ്ലാദേശ്. അതിനുള്ള പ്രധാന കാരണം ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കെതിരെ ബംഗ്ലാദേശിൽ അരങ്ങേറിയ വളരെ വലിയ ജനകീയ പ്രക്ഷോഭവും ആ പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നതും ഭാരതം ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിക്ക് അഭയം നൽകിയതും, അഭയം പൂർണ്ണമായ അർത്ഥത്തിലല്ല, തൽക്കാലത്തേക്കെങ്കിലും ഒരു താവളം ഒരുക്കിയതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ ഭാരതത്തിൻ്റെ ഉറക്കം കെടുത്താൻ പര്യാപ്തമായ കാര്യമാണ്. 4000-ലധികം കിലോമീറ്റർ ബോർഡറാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള. ഒരുപക്ഷെ ചൈനയുമായുള്ള അതിർത്തിയേക്കാൾ ലേശം കൂടുതലാണ് ബംഗ്ലാദേശുമായി അതിർത്തി. 3 ചുറ്റും ഭാരതത്താൽ വളഞ്ഞു കിടക്കുകയാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയാകേണ്ട ബംഗ്ലാദേശ് ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ പ്രതിസന്ധി, ഒരു പ്രഹേളികയായി മാറിയിരിക്കുന്നു. അതെന്താണ് അതിനുള്ള പ്രധാന കാരണം? ബംഗ്ലാദേശ്, കാരണം മറ്റു ഏത് രാജ്യം തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും ബംഗ്ലാദേശ് ഭാരതത്തെ തള്ളിപ്പറയാൻ പാടില്ല. കാരണം ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ബംഗ്ലാദേശ്, ദ വെരി ബർത്ത് ഓഫ് ബംഗ്ലാദേശ്, ബംഗ്ലാദേശിൻ്റെ ജനനം തന്നെ ഭാരതവുമായി ബന്ധപ്പെട്ടാണ്. കാരണം കിഴക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുകളായി ചിതറി നിന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് കിഴക്കൻ പാകിസ്ഥാൻ മോചിപ്പിക്കപ്പെട്ടതും 71-ൽ രാജ്യമുണ്ടായതും. അതുമുതൽ ഇന്ത്യയുമായി സൗഹൃദം പാലിക്കാൻ വിധിക്കപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. സ്വാഭാവികമായി സൈനികവും സാമ്പത്തികവുമായ ഏറെ സഹകരണങ്ങൾ, അത് മാത്രമല്ല തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷനിലാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥിതി. ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലയിലേക്കുള്ള ആ ഒരു കിഴക്കൻ നോർത്ത് ഈസ്റ്റിലേക്കുള്ള കവാടം പൂർണ്ണമായി ഏതാണ്ട് അടച്ചു നിൽക്കുന്ന രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇനിയുള്ള ഭാരതത്തിന്? ഇപ്പം ഭാരതത്തിൻ്റെ ഒരു സുഹൃത്താണ് ബീഗം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ നല്ല ചങ്ങാതിയാണ്. ഭാരതത്തിന് ചങ്ങാതിയായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ സ്വാഭാവികമായി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം വളർത്തിക്കൊണ്ടുവന്ന അയൽ രാജ്യത്തിൻ്റെ നേതാവാണ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്? ബംഗ്ലാദേശിൻ്റെ ഭരണസാരഥ്യം സൈനിക ജനറൽ ഏറ്റെടുത്തിരിക്കുന്നു. വഖാർ ഉസ്-സമൻ എന്ന് പറയുന്ന സൈനിക മേധാവി തൽക്കാലത്തേക്ക് ഭരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തൽക്കാലത്തേക്ക് ഒരു ദേശീയ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കുകയും അതിനുശേഷം 3 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ നാഷണൽ അസംബ്ലി, പാർലമെൻറ്റ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ തികഞ്ഞ രാഷ്ട്രീയ അസ്ഥിരതയും പൂർണ്ണമായ അരാജകത്വവും നടമാടുന്നു. ആരോടാണ് ബംഗ്ലാദേശിൽ സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇന്ത്യക്ക് വളരെ വലിയ ആശയങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ തിരിച്ചു വിളിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് വളരെ വലിയ ഒരു സംഘർഷം ബംഗ്ലാദേശിനുള്ളിൽ നടക്കുന്നു. അത് ഭാരതത്തിന് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദക്ഷിണേഷ്യ നയം, ഇന്ത്യ ദക്ഷിണേഷ്യയിലെ വളരെ വലിയൊരു പ്ലെയർ ആണല്ലോ. നമുക്കറിയാം സാർക്ക് രാജ്യങ്ങൾ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, അതിലെ ഏറ്റവും നിർണായകമായ കണ്ണിയാണല്ലോ ഭാരതം. ഭാരതത്തോടൊപ്പം പാകിസ്ഥാനും ശ്രീലങ്കയും നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതുപോലെ മാലദ്വീപ്, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന സാർക്ക് ഇന്ന് ഏതാണ്ട് ഒരു നിർജീവ അവസ്ഥയിലാണ്. പക്ഷെ സാർക്കിൻ്റെ ആ ഒരു നിർജീവൻ അവസ്ഥയിൽ നിന്നും പുതിയൊരു മേഖല, ഈസ്റ്റേൺ മേഖല തുറന്നു കിട്ടാൻ ഭാരതം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ലുക്ക് ഈസ്റ്റ് പോളിസി, കിഴക്കോട്ട് നോക്കൽ നയം, അതുപോലെ ആക്ട് ഈസ്റ്റ്, കിഴക്ക് പ്രവർത്തിക്കൽ നയം, അതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് ബീംസ്റ്റെക് എന്ന സംഘടന, ബേ ഓഫ് ബംഗാൾ കമ്മ്യൂണിറ്റി എന്ന് കൂടി അറിയപ്പെടുന്ന ബംഗ്ലാദേശും മ്യാൻമാറും ഇന്ത്യയും ശ്രീലങ്കയും എല്ലാം അടങ്ങുന്ന ഒരു സാമ്പത്തിക കൂട്ടായ്മ, അത് കുറച്ചുകൂടി ബലവത്താക്കി എടുക്കുന്ന ഒരു തിരക്കിലാണ് ഭാരതം. അവിടെ നിർണായകമായ ബിംസ്റ്റെക്കിലെ നിർണായകമായ ഹബ്ബാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ വരാൻ പോകുന്ന ഭരണമാറ്റം സ്വാഭാവികമായി ബീഗം ഖലിദ സിയയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നു അപ്പോഴെല്ലാം ഇന്ത്യയുമായി അത്ര ചങ്ങാത്തത്തിലായിരുന്നില്ല. അപ്പം ഇന്ത്യ ഓൾറെഡി ശ്രീലങ്കയുമായും പാകിസ്ഥാനുമായും മറ്റ് മാലദ്വീപുമായും എല്ലാം ചില്ലറ തർക്കങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല അലയായ ട്രസ്റ്റഡ് പാർട്ട്ണറായിരുന്ന ബംഗ്ലാദേശ് കൂടി ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരെ തിരിയുമ്പോൾ ഭാരതത്തിൻ്റെ ദക്ഷിണേഷ്യയിലെ വിദേശ നയം അതിവലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. മാത്രമല്ല, ചൈന ഭാരതത്തെ നാലുപാട് നിന്നുകൊണ്ട് ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് സ്ട്രിങ് ഓഫ് പേൾസ് എന്ന ഒരു സൈനിക സാമ്പത്തിക ഞെരുക്കൽ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ചുറ്റുമുള്ള തുറമുഖങ്ങളെ വളരെ വലിയ തോതിൽ ചൈനീസ് പണം കൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അത് ധാക്കയിലെ തുറമുഖമാകട്ടെ, ചിറ്റഗോങ്ങിലെ തുറമുഖമായിക്കൊള്ളട്ടെ ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിലെ ഹംപൻതോട്ട ആയിക്കൊള്ളട്ടെ, മാലദ്വീപിലെ തുറമുഖമായിക്കൊള്ളട്ടെ, പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖമായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ വികസിപ്പിക്കാൻ ചൈനീസ് സഹായം വലിയ തോതിൽ ലഭിക്കുമ്പോൾ ഭാരതത്തെ ഞെരുക്കുന്ന ചൈനയുടെ നയം, അവിടെ ബംഗ്ലാദേശ് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അപ്പം ബംഗ്ലാദേശ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഭാരതത്തിൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും കുതിറി മാറി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഒരു കോട്ടമാണ്. മാത്രമല്ല, ബംഗ്ലാദേശിനും ഏറെ നഷ്ടപ്പെടാനുണ്ട്. ഭാരതത്തിൽ നിന്നുള്ള ടെക്നോളജി, ഭാരതത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഇറക്കുമതി, ഇതെല്ലാം ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ബംഗ്ലാദേശും ഭാരതവും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് പീരീഡെങ്കിലും, ഷോർട്ട് ടേം പീരീഡിലെങ്കിലും സ്വല്പം ബുദ്ധിമുട്ടുള്ള, ചാലഞ്ചിങ്ങായി ഇരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഭാരതം ഇപ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ്, ഇന്ത്യ ഈസ് ട്രെഡിങ് വെരി കോഷ്യസ്ലി. ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും എല്ലാം ചേരുന്ന ആ സമിതി, സുരക്ഷാകാര്യ സമിതി കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തിരക്കിട്ട് യോഗം കൂടുകയും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്ത് തീരുമാനമെടുക്കുമ്പോഴും സ്വാഭാവികമായി ബംഗ്ലാദേശിനെ പൂർണ്ണമായി കൈവിടാൻ ഭാരതത്തിനാവില്ല. ഒരു നേതൃത്വത്തെ, ഒരു രാജ്യമാണ് പ്രധാനം, അല്ലാതെ അതിൻ്റെ നേതൃത്വം മാറിയും മറിഞ്ഞും വരും. അതുകൊണ്ട് ഇന്ത്യയുടെ നയത്തിൽ പൂർണ്ണമായ പൊളിച്ചെഴുത്തലുകൾ സാധ്യമല്ല. ഒരു ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം വരുമ്പോൾ പൂർണ്ണമായ നയവ്യതിയാനം ഉണ്ടാകാൻ സാധ്യമല്ല. അത് മാത്രമല്ല, പുതിയതായി വരുന്ന ഇൻറ്റീരിയം എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ബംഗ്ലാദേശിലെ ഒരു മുൻ സമാധാന നോബൽ സമ്മാന ജേതാവ് നേതൃത്വം നൽകണം എന്ന ഡിമാൻഡ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പം അങ്ങനെ വ്യത്യസ്തമായ നിലപാടുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ താൽക്കാലികമായെങ്കിലും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം ഒരു മീഡിയം ടു ഇൻ്റർമീഡിയറ്റ് ടേമിൽ നയിക്കുന്നത്. അപ്പം അവരെ പിണക്കിക്കൊണ്ട് ഷെയ്ഖ് ഹസീന, അവർക്കെല്ലാം ശത്രുവാണ്, അപ്പം ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതം ദീർഘകാല അടിസ്ഥാനത്തിൽ അഭയം നൽകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇതൊരു താൽക്കാലിക ഇടത്താവളം മാത്രമായി ഇന്ത്യ കരുതിക്കൊണ്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്കുള്ള, പ്രത്യേകിച്ച് ബ്രിട്ടൻ ആയിരിക്കാം ലക്ഷ്യം, സുഗമമായ പലായനം സാധ്യമാകുന്ന രീതിയിൽ ഇന്ത്യ നയതന്ത്രപരമായ കാര്യങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന വളരെ വലിയ ഒരു ത്രെട്ടാണ്. ചൈന വളരെ സാഹൂതം ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി നല്ല സൗഹൃദം ഉള്ളതുപോലെ തന്നെ ചൈനയുമായും അതേ സൗഹൃദമുണ്ട്. അപ്പം ചൈന ഈ പലായനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിനോടുള്ള ചൈനയുടെ നയം എന്താണ്? അതേസമയം പാകിസ്ഥാൻ്റെ നയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. പാകിസ്ഥാൻ്റെ സഹായം തീർച്ചയായും ബംഗ്ലാദേശിലെ ഈ അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, അപ്പോൾ തീവ്ര വികാരമുള്ള സംഘടനയാണ്, ഇസ്ലാമിക സംഘടന വളരെ സജീവമാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രതിപക്ഷത്താണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് വളരെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആ നിലപാട് നിലനിൽക്കെ പാകിസ്ഥാൻ വളരെ സജീവമായ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ അധികം താമസിക്കാതെ നടത്താനുള്ള സാധ്യതയാണ്. അത് ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണിയെ വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ മുൻകാലങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്, രാജ്യം വിട്ടോടേണ്ടി വന്ന നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ മൂക്കിന് മുമ്പിൽ സംഭവിച്ച ഈ കാര്യത്തോട് നിസ്സംഗത പുലർത്താൻ ഭാരതത്തിനാവില്ല. വളരെ ഗൗരവമായ വിദേശകാര്യ മന്ത്രാലയം വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം.